നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ചിക്കൻ ഷവാമ അതേ രീതിയിലാണ് വീട്ടിൽ തയ്യാറാക്കുന്നത്. 1 കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. എരിവില്ലാത്ത മുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 6 എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 4 ഏലയ്ക്ക, തക്കോലം, ഗ്രാമ്പ്, കറുവപ്പട്ട, ജാതിപത്രി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂട്ടൊന്ന് ആദ്യമേ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാം നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വേറെ ചുവന്നുള്ളി ഒന്നും അരച്ച് നമ്മൾ പറയിലിടുന്നില്ല. ഇത് ഈ കൂട്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 കഷ്ണം വെളുത്തുള്ളി, ഒരു തക്കാളി, മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ചായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ടോട്ടെ. എല്ലാ കൂട്ടുകളും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ചിക്കൻ കറിയാണ്. ഈസിയാണ്, വളരെ ടേസ്റ്റുമാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ആരും എന്നെ പറഞ്ഞു. ഒരു നാരങ്ങാനീരോ തൈരോ ചേർക്കാം. നമ്മളൊരു നാരങ്ങാനീരാണ് ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3 വിസിൽ വരുന്നവരെ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 വിസിൽ വന്ന് നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി കുക്കറൊന്ന് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. പ്രഷറെല്ലാം പോയി. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതേ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ എല്ലാം അടുത്തേക്ക് ആകത്തക്ക രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ചിക്കൻ പീസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് പോകണ്ട, ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നാൽ മതി. അങ്ങ് ഡീപ്പായിട്ടങ്ങ് മൊരിഞ്ഞ് പോകരുത്. അപ്പോൾ നമുക്ക് കറിയുടെ അതേ ടേസ്റ്റ് കിട്ടില്ല. ഇതേപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക.
നമ്മൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്, തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. മുരിഞ്ഞ് വന്നു. നമ്മൾ ചെറുനാരങ്ങ നീരൂടെ ചേർത്താണ് നല്ല സോഫ്റ്റാണ്, വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതേപോലെ വേണേലും നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ ഗ്രേവി വേണം നമുക്ക്. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് പോരും. ഒത്തിരി മൊരിഞ്ഞ് പോയാൽ നമ്മുടെ കറിയുടെ തനതായ ടേസ്റ്റ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഇതേ ഇത് മതി. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ആ ഗ്രേവി ഉണ്ടല്ലോ, കുക്കറിൽ നിന്ന് ആ ഗ്രേവി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വേണ്ട, നമുക്ക് ചിക്കൻ കറി വെക്കാൻ അറിയാൻ മേലാത്ത എത്ര കൊച്ചു മക്കൾക്ക് പോലും ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇതിലേക്ക് അല്പം പച്ചക്കറിവേപ്പിലയും മല്ലിയില, തക്കാളി കൂടെ വെച്ച് കൊടുക്കാം. ഒരു തക്കാളി വട്ട അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇതുവരെ നിങ്ങളാരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. താങ്ക് യു.